Hi friends. ടേസ്റ്റി ലൈഫിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളിവടയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ 2 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് വളരെ കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പൊടികളെല്ലാം എടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാളയുടെ കൂട്ടെടുത്തിട്ട് അതിലേക്ക് ഈ പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ വേറെ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ സവാളയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പൊടി കുറച്ച് കുറവായെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവിൻ്റെ അളവ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ചെറിയ കയ്പ്പരസം ഉണ്ടാവും നമ്മൾ വറുത്തെടുക്കുമ്പോൾ. ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റണം. നമുക്ക് ചുവട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഞാനിവിടെ വളരെ ചെറുതായിട്ടാണ് വറുത്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ പുറത്തുള്ള വശം പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും, ഉൾവശം വേവത്തില്ല. ഒരു വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിവടയുടെ 2 വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.